അല്പ ദിവസങ്ങൾക്ക് പുറകിലാണ് ഗർഭസ്ഥ ശിശുവിനെ വയറിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കൊന്നുകളയുന്ന ഒരു സിനിമ. എന്താ നിന്റെ ഉദ്ദേശം? ഗർഭസ്ഥ ശിശുവിനെ വയറ്റിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കൊന്നുകളയുന്ന സിനിമയും ആ കൃത്യത്തിന് നേതൃത്വം നൽകുന്ന ചലച്ചിത്ര നടനെയും എങ്ങനെയാണ് മാസീവ് എന്റർടൈനർ എന്ന് പറയുന്നത് പുകഴ്ത്താൻ നമുക്കുള്ള മനസ്സ്, ആ മനസ്സ് നമുക്ക് ഇവിടെ നിന്ന് വരുന്നു. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. കേരളത്തിൽ വയലൻസ് ഉള്ള സിനിമകൾ കുറേയധികം വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതൊക്കെ നേരത്തെ സിനിമകളിൽ വയലൻസ് വന്നിട്ടുമുണ്ട്. അപ്പൊ ആ വയലൻസ് മാത്രമാണ് കേരളത്തിൽ ഈ അക്രമവാസന ഉണർത്താൻ കാരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? അതൊക്കെ ശരിയാ, പക്ഷെ വേറൊരു കാര്യമുണ്ട്. AK മാർക്കോ സിനിമയേക്കാൾ കേരളത്തിൽ അതിവ്യാപകമായി പ്രചരിക്കുന്നത് ഈ റൗഡികളുടെ ഇല്ലെങ്കിൽ ഈ പെരും ഗുണ്ടകളുടെ റീൽസ് ആണ്. 30 സെക്കൻഡ് റീൽസ്. ഈ ആകാശ് തില്ലങ്കേരി എന്ന് പറയുന്ന ആ പരനാറി അവൻ ഈ കേരളത്തിൽ റീൽസ് എടുത്ത് പ്രചരിപ്പിക്കുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്നത് ജയ്ക്ക് ഇപ്പൊ ഇത്രയും നേരം പാടി പുകഴ്ത്തിയ DYFIക്കാരാണ്. അതെ, ചങ്ക് സഖാവ് എന്ന് പറഞ്ഞ് ആ റീൽസിന് തമ്പിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഈ കേരളത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇവിടെ ആവശ്യാനുസരണം പരോള്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികൾ പോകുമ്പോ ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച് അവരെ ജയിലിലേക്ക് പറഞ്ഞയക്കുന്നു. കള്ളപ്പന്നി. പ്രതികൾക്ക് പോലും അവരുടെ കാമുകുമാരെ കാണാനുള്ള അവസരം CPM ഇടപെട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു. T ജയരാജനെ പോലുള്ള വ്യക്തികൾ ഈ കൊലക്കേസ് പ്രതികൾക്ക് ഓശാനമാടുന്നു. എന്നിട്ട് ഞങ്ങൾ ആരും അക്രമത്തെ പിന്തുണയ്ക്കുന്നില്ല. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായ കിർമാണി മനോജ്, എന്നെ ഇതോട് കുത്തി കൊല്ലും. ഈ കിർമാണി മനോജിന് ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ആവശ്യാനുസരണം പരോൾ കൊടുത്തു. ആ പരോളിനിടയിൽ പുറത്തു വന്നപ്പോൾ കല്യാണം കഴിക്കാനുള്ള എല്ലാവിധ സൗകര്യവും ഒരുക്കി കൊടുത്തത് CPM ആണ്. ഇനി അതുമാത്രമല്ല, ഈ കിർമാണി മനോജ് ഒരു ലഹരി പാർട്ടിയിൽ പങ്കെടുത്തതിന് അയാളെ പിടികൂടി. എന്നിട്ടും ആ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വേണ്ടി ബക്കറ്റ് പിരിവ് നടത്തുന്നത് ആരാണ്? അതും CPM ആണ്. എന്നിട്ട് ആ അക്രമത്തെ ഇല്ലെങ്കിൽ ആ കൊലപാതകത്തെ ഇതേവരെ തള്ളി പറയാത്ത CPM ഇതിനകത്ത് ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ 1ാം സ്ഥാനത്തല്ലേ? ഇനി 2, ഇവിടെ ഷുഹൈബിന്റെ വധക്കേസിലെ 2ാം പ്രതിയായ ദീപ് ചന്ദ് ഇപ്പോഴും ഷുഹൈബ് വധക്കേസിൽ പാർട്ടി പണപ്പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാർട്ടി കേരള സമൂഹത്തിൽ നൽകുന്ന സന്ദേശം എന്താണ്? മുല്ലാക്കയ്ക്ക് ഉറുക്ക് കെട്ടാൻ മെനക്കെടരുത്. ഇപ്പൊ മനസ്സിലായോ?